നമസ്കാരം. ശമ്പള പരിഷ്കരണത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നു. DAയുടെ വീഡിയോ ചെയ്തു. എന്തായാലും ശമ്പള പരിഷ്കരണ കമ്മീഷനെ വെച്ചു. ഡോക്ടർ VP ജോയി, നേരത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന VP ജോയിയെ വെച്ചുകൊണ്ടുള്ളൊരു കമ്മിറ്റിയാണ് വെച്ചിരിക്കുന്നത്. അതിനകത്ത് അഡ്വക്കേറ്റ് രാജഗോപാലൻ നായർ എന്ന് പറയുന്ന നേരത്തെ ദേവസ്വം ബോർഡ് മെമ്പറൊക്കെ ആയിരുന്ന അഡ്വക്കേറ്റ് രാജഗോപാലൻ നായർ വെച്ചിട്ടുള്ളൊരു നിയമ കാര്യങ്ങളൊക്കെ നോക്കാൻ. അതൊരു സർക്കാരിൻ്റെ നോമിനിയായിട്ട് വെച്ചിരിക്കുന്ന അദ്ദേഹമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട്, അതായത് പൊളിറ്റിക്കൽ നോമിനിയാണ്. പിന്നെ ഒരു ശോഭ അഡീഷണൽ സെക്രട്ടറി, പിന്നെ ലതിക, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ലതികയാണോ സംതിങ്, അങ്ങനെ കുറേ പേരെ വച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ വീഡിയോ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഈ പെൻഷൻ ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച്, അത് പെൻഷനും പരിഷ്കരണത്തെക്കുറിച്ച് വച്ചിരിക്കുന്ന ജോയി കമ്മിറ്റിയുടെ മുമ്പിലാകാണ് നമ്മൾ ഈ ചർച്ചയ്ക്ക് വെക്കുന്നത്. ഇതിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും കൂട്ടിയോജിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായി ഈ വീഡിയോയുടെ താഴെ ഇടാം. നിങ്ങൾ ഇട്ടാൽ അതിൽ നല്ല കമൻറ്റുകൾ എടുത്ത് നമ്മൾ ഒരു വീഡിയോ കൂടി ചെയ്യും ഈ മാസാവസാനം. ഇപ്പോൾ ഉടനെ ചെയ്യത്തില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു വീഡിയോ കൂടെ ചെയ്യും. അപ്പോൾ എന്താണ് ഇതിനകത്ത് പറയുന്നത്? നിങ്ങൾ ഈ വീഡിയോകൾ ഞങ്ങളുടെ സർവീസ് മേഖലയിലുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾ പരമാവധി വീഡിയോകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വിഷയത്തിലേക്ക് വരാം. 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, കേന്ദ്ര പാരിറ്റിയുമായി ബന്ധിപ്പിക്കും കേരളത്തിലെ ഈ ശമ്പള പരിഷ്കരണത്തെ എന്നൊരു ചൊവ്വ പറയുന്നുണ്ട് ഈ TOR. അത് പരമാവധി നേരത്തെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാവണം. DA പ്രഖ്യാപിച്ചാൽ 3 മാസത്തിനകം ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് DA പ്രഖ്യാപിച്ച് 90 ദിവസത്തിനകം DA കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം ശമ്പള പരിഷ്കരണ കമ്മീഷനിൽ നിന്ന് വരേണ്ടതാണ്. കാരണം ഈ വർഷത്തെ DA അടുത്ത വർഷം കൊടുത്ത്, പിന്നെ അതിൻ്റെ അടുത്ത വർഷം കൊടുത്ത്, പിന്നെ അത് PF നിന്ന് അതിൻ്റെ അടുത്ത വർഷം വിഡ്രാ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ DAയുടെ കൺസെപ്റ്റ് പോകും. DAയുടെ കൺസെപ്റ്റ് എന്താണ്? ഡിയർനെസ് അലവൻസിൻ്റെയും ഡിയർനെസ് റിലീഫിൻ്റെയും കൺസെപ്റ്റ്, ക്ഷാമബത്തയുടെയും ക്ഷാമാശ്വാസത്തിൻ്റെയും കൺസെപ്റ്റ് 6 മാസം കൂടുമ്പോൾ വിലസൂചികയിൽ മാറ്റം വരുമെന്നും അതിനനുസരിച്ച് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഉയർന്ന ജീവിത നിലവാരത്തിൽ ജീവിക്കാനുള്ള ഒരു തുകയാണത്, ഒരു ഇൻസെൻറ്റീവാണ്. അത് കുറച്ച് അതിൻ്റെ എമൗണ്ട് കുറഞ്ഞു പോയാൽ, ഇപ്പോൾ 1% കൊടുക്കുന്നതെങ്കിലും അല്ലെങ്കിൽ 2% കൊടുക്കുന്നതെങ്കിലും അത് 3 മാസത്തിലൊരിക്കൽ, അതായത് പ്രഖ്യാപിച്ചാൽ 3 മാസം, മാക്സിമം 3 മാസത്തിനകത്ത് കൊടുക്കാൻ, അത് പിന്നെ കോടതി കേസ് വഴക്കൊന്നും വരാതെ കൊടുക്കാനുള്ള ശ്രമം ഒന്ന് ആലോചിക്കണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രസവ അവധിയെ സംബന്ധിച്ച് ചില തീരുമാനങ്ങൾ കൂടുതൽ ഉണ്ടാകേണ്ടതുണ്ട്. പുരുഷന്മാർക്കും അവസാന മാസം 10-ാം മാസത്തിലും കുറച്ച് സമയത്തേക്ക് പുരുഷന്മാർക്കും കൂടി കൂടുതൽ ലീവ് അനുവദിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണം. അതുപോലെ തന്നെ പ്രസവ ദിവസം, ഈ കുഞ്ഞിനെ പ്രസവിക്കാൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് പരമാവധി ദിവസം ആളുകൾ ഹോസ്പിറ്റലിലാണ് പോകുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആ പ്രസവം പറയുന്ന ഡേറ്റ് ഉണ്ടല്ലോ, അത് വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ അത് ഭാര്യയാണെങ്കിൽ ഭർത്താവിന്, സ്ത്രീ ആയിരിക്കും പ്രസവിക്കുന്നത്, അപ്പോൾ ഭർത്താവിന്, അനിയൻ, അങ്ങനെ ഫാമിലിയിൽപ്പെട്ട ഏറ്റവും ഇമ്മീഡിയറ്റ് ക്ലോസ് റിലേറ്റീവായിട്ടുള്ള ആളുകൾക്ക് അന്ന് ഹോസ്പിറ്റലിൽ നിൽക്കാനും കുഞ്ഞിനെ കാണാനും ഒക്കെ, അപ്പോൾ അതിനൊരു ലീവ് അവർക്ക് അനുവദിച്ചു കൊടുക്കണം, പ്രത്യേകിച്ച് വനിതകൾക്ക്. അതുപോലെ തന്നെ പിന്നെ രോഗം വരുന്നവരുണ്ട്. പലപ്പോഴും 20 ക്യാഷ് ലീവ് ഒന്നും തികയാതെ 2 ലീവ് എടുത്തും പല രൂപത്തിൽ ലീവ് എടുത്താലും വീണ്ടും അസുഖങ്ങൾ ബാധിക്കുന്നവരുണ്ട്. വളരെ വലിയ, പിന്നെ വീട്ടുകാരുടെ അസുഖങ്ങൾ, വലിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ SLC പരീക്ഷ, മക്കളുടെ പരീക്ഷയൊക്കെ വരുമ്പോൾ ലീവ് എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് ഒരു കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കുക, അതായത് കൂട്ടുകാർക്ക് ഒരു കോംപ്ലിമെൻ്ററി ലീവ് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞാൽ, ഉദാഹരണം ഒരു പർട്ടിക്കുലർ A എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥയ്ക്കോ 4 ലീവ് ആവശ്യമുണ്ട്. പക്ഷേ B എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥയ്ക്ക് കുറേ ലീവ് കിടക്കുകയാണെങ്കിൽ ഇവർക്ക് അങ്ങോട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് തിരിച്ച് ഇങ്ങോട്ട് കൊടുക്കണമെന്നില്ല. അത് അവരുടെ ഇഷ്ടമാണ്. കൊടുത്തില്ല എന്ന് വെച്ച് പരാതി പറയാൻ പറ്റത്തില്ല നിയമപരമായിട്ട്. അപ്പോൾ അങ്ങനെ ലീവുകൾ ഉള്ളവർ ഇല്ലാത്തവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കണം. അതുപോലെ തന്നെ ഈ ഓഫീസുകൾ വിമൺ ഫ്രണ്ട്ലി ആക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ വാഷ് സംവിധാനങ്ങൾ, അതുപോലെ റിഫ്രഷ് സംവിധാനങ്ങളൊക്കെ വളരെ പ്രാകൃതമാണ് ഇപ്പോഴും. അത് എങ്ങനെ ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതാക്കാം. അതുപോലെ തന്നെ ഇൻസെൻറ്റീവുകൾ എങ്ങനെ കൃത്യമായി കൊടുക്കാം. പിന്നെ കോൺട്രാക്ച്വൽ എംപ്ലോയീസ് ഉണ്ട്, അതായത് ആശാ വർക്കേഴ്സ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം, അവർക്ക് ഇൻസെൻറ്റീവ് എങ്ങനെ കാലാകാലങ്ങളിൽ കൂട്ടിക്കൊടുക്കാം. അതുപോലെ തന്നെ 70 വയസ്സ് കഴിയുന്നവർക്ക് DR പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 70+ മൊത്തം തുകയും, എത്ര DR ഉണ്ടോ മൊത്തം തുകയും കുടിശ്ശികയില്ലാതെ കൊടുക്കാനുള്ള സംവിധാനം ചെയ്യണം. കിടപ്പ് രോഗികൾക്കും അതുപോലെ കൊടുക്കാനുള്ള സംവിധാനം ചെയ്യണം. കാരണം അവർ മരിച്ചു പോയിട്ട് പിന്നെ അവർക്ക് DR കിട്ടിയിട്ട് എന്ത് കാര്യം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആ തരത്തിലേക്കുള്ള കുറേ വിമൺ ഫ്രണ്ട്ലി, പീപ്പിൾ ഫ്രണ്ട്ലി, അതുപോലെ തന്നെ ഫയലുകൾ ഒരാഴ്ചയ്ക്കപ്പുറം വച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പോൾ SSLC ആണ് ഈ LD ക്ലാർക്കിൻ്റെയൊക്കെ ഒരു യോഗ്യത. അത്
അതുകൊണ്ട് വരുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ ഡിജിറ്റൽ യുഗത്തിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഉയർത്തുമ്പോൾ പ്രശ്നമെന്ന് വെച്ചാൽ SLCക്കാർക്കൊരു പ്രശ്നം വരും. അപ്പോൾ അത് എങ്ങനെയാണ് ഇത് കൂടുതൽ ഭംഗിയാക്കി അതിൻ്റെ ക്വാളിഫിക്കേഷൻ കൊണ്ടുപോവുക. പെൻഷൻ പ്രായം ഏകീകരിക്കണം. സ്റ്റാറ്റ്യൂട്ടറി പെൻഷനുണ്ട്, അഷ്വേർഡ് പെൻഷനുണ്ട്, പിന്നെ പാർട്ടിസിപ്പേറ്ററി പെൻഷനുണ്ട്, EPF ഉണ്ട്, പെൻഷൻ കിട്ടാത്തവരുണ്ട്, 1000 രൂപ പെൻഷൻ കിട്ടുന്നവരുണ്ട്, മിനിമം പെൻഷനും 10 വർഷ സർവീസുകാർക്കുള്ള മിനിമം പെൻഷൻ്റെ തുകയും കൂട്ടേണ്ടതുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പെൻഷൻ്റെ 70 വയസ്സ് കഴിയുന്നവർക്ക് പെട്ടെന്ന് പെൻഷൻ DR പ്രഖ്യാപിച്ചാൽ അപ്പോൾ തന്നെ അവർക്ക് ക്യാഷായിട്ട് കൊടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്യണം. അത് പിന്നെ മറ്റുള്ളവർക്ക് പിന്നീട് കൊടുത്താലും 70+കാർക്ക് ഉടനെ കൊടുക്കാനുള്ള സംവിധാനം ആലോചിക്കണം. ഇത്തരത്തിൽ ഗൗരവമായ ചില ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. അതുപോലെ തന്നെ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് വളരെ കൃത്യമായിട്ടുള്ള പീപ്പിൾ ഫ്രണ്ട്ലി ആക്കുന്നത് എങ്ങനെ, വിമൻ ഫ്രണ്ട്ലി ആക്കുന്നത് എങ്ങനെ, ചൈൽഡ് ഫ്രണ്ട്ലി ആക്കുന്നത് എങ്ങനെ, അംഗപരിമിതക്കാർക്ക് ഇപ്പോൾ പല ഓഫീസുകളിലും സംവിധാനമുണ്ട്. അത് പോരാ, എല്ലാ ഓഫീസുകളിലും അംഗപരിമിതക്കാർക്കുള്ള സെപ്പറേറ്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെ കഴിയുന്നത്ര പരമാവധി ഓഫീസുകളിൽ ഫ്രണ്ട് ഓഫീസ് എന്നുള്ള സങ്കല്പം കൊണ്ടുവരികയും അവിടെ ആളുകൾക്ക് വന്നാൽ ഇരുന്ന് വിശ്രമിക്കാനുള്ള സംവിധാനം കൊണ്ടുവരണം. ട്രഷറികളിൽ പെൻഷൻ പറ്റുന്നവർക്ക് വന്നിരിക്കാനുള്ള കംഫർട്ട് റൂമുകൾ തുറക്കണം, അവർക്ക് സേഫ്റ്റി റൂമുകൾ തുറക്കണം. അത് അത്യാവശ്യം ഒരു AC റൂം ചെറിയ പൈസയൊക്കെ അവർ വേണമെങ്കിൽ തരും. 2 മണിക്കൂർ ഇരിക്കുന്നത് 1 മണിക്കൂർ ഇരിക്കുന്നതിന് 30 രൂപയൊക്കെ തരാം. റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചെയ്യുന്നവർ അത് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. PPP ആയിട്ടൊക്കെ ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാ ട്രഷറികളോടനുബന്ധിച്ചുകൊണ്ട് ഈ വരുന്നവർക്ക് ഇരുന്ന് കൂപ്പൺ കണ്ടിട്ട് അവർക്ക് പോയി പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ചെയ്യും പോലെ അവർക്ക് ഇരുന്നിട്ട് സമയത്ത് പോയി മാത്രം എടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള പെൻഷൻകാർക്ക് അങ്ങനെ കൊടുക്കുന്ന ചില, അതായത് സീനിയർ സിറ്റിസൺ ഫ്രണ്ട്ലി പെൻഷൻ സപ്ലൈ ആക്കാൻ ഡിസ്ട്രിബ്യൂഷൻ ആക്കുന്നതിനുള്ള നടപടികൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള നിരവധി നടപടികൾ എടുക്കേണ്ടതുണ്ട്. ഇത് ഡോക്ടർ ജോയി, VP ജോയി ഇത് പരിഗണിക്കണം. സർവീസ് സംഘടനകളും ഇത് ആലോചിക്കണം. വ്യത്യസ്തമായ രീതിയിലുള്ള ലീവ് സമ്പ്രദായങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. അതുപോലെ തന്നെ ലീവ് സറണ്ടർ കൃത്യമായി ആലോചിക്കണം. ഫിറ്റ്മെൻറ്റ് അലവൻസ് ഓരോ വർഷവും ഇങ്ങനെ വേരി ചെയ്യാതെ അതിനകത്തൊരു ഇൻക്രിമെൻ്റൽ വർധനവ് ഫിറ്റ്മെൻറ്റ് അലവൻസിൽ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇങ്ങനെ കൂടുതൽ സർവീസ് ഓറിയൻറ്റഡ് ആക്കണം. പെൻഷൻ പ്രായം ഏകീകരിക്കണം. ഇതെല്ലാം ചെയ്യണം. അതെല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ ഗുഡ് ക്വാളിറ്റി സർവീസ് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള മറ്റ് ഇൻഡെക്സുകളും എടുക്കുക. സർവീസിൽ കയറിയാൽ 6 മാസത്തിനകം ഇൻറ്റൻസീവായ ട്രെയിനിങ് കൊടുക്കണം. വളരെ ഇൻറ്റൻസീവായി മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിൽ ഫയൽ കൈകാര്യം ചെയ്യാൻ, പിന്നെ വളരെ കൃത്യമായ SOP, MOP എല്ലാം പഠിക്കുന്ന രീതിയിൽ 6 മാസത്തിനകം ഇൻറ്റൻസീവായ ട്രെയിനിങ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കണം. അത് ഓൺലൈനിൽ കൊടുക്കാം, ഓഫ്ലൈനിൽ കൊടുക്കാം. അങ്ങനെ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവരെ കേപ്പബിളാക്കി മാറ്റണം. 3 വർഷത്തിലോ 2 വർഷം 3 വർഷം കൂടുമ്പോൾ കൃത്യമായി റിഫ്രഷ്മെൻറ്റ് ട്രെയിനിങ് അവരെ ഇടയ്ക്ക് എടുക്കണം. ആ തരത്തിലേക്കുള്ള അവരുടെ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമും വളരെ മനോഹരമാകട്ടെ. എല്ലാ ഓഫീസുകളിലും ഡിസ്പ്ലേ ബോർഡുകൾ, അവിടുത്തെ സർവീസിനെ സംബന്ധിച്ച് ശമ്പളത്തെ സംബന്ധിച്ചൊക്കെ ഡിസ്പ്ലേ ബോർഡുകൾ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ക്വാർട്ടേഴ്സ് അനുവദിക്കുന്നതിൽ വലിയ അനാമലിയുണ്ട്. പ്രത്യേകിച്ച് ദൂരസ്ഥലങ്ങളിൽ സ്ത്രീകൾ കുട്ടികളുമായിട്ടൊക്കെ പോയി താമസിക്കുമ്പോൾ അവർക്ക് ക്വാർട്ടേഴ്സ് ഇല്ല എന്നൊരു പ്രശ്നമുണ്ട്. അത് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളിലും മനോഹരമായ ക്വാർട്ടേഴ്സുകൾ ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള ശ്രമം ഈ ശമ്പള പരിഷ്കരണത്തിലുണ്ടാകട്ടെ. അങ്ങനെ നമ്മൾ പീപ്പിൾ ഫ്രണ്ട്ലി ആവട്ടെ. ഈ കാര്യങ്ങൾ ആവുന്നതിനനുസരിച്ച് ക്വാളിറ്റി സർവീസും കൂടണം. അപ്പോൾ നല്ല ക്വാളിറ്റി, നല്ല സർവീസ്, നല്ല ശമ്പളം, ഇതാണല്ലോ ഇതിൻ്റെ ഒരു ആവശ്യം. ഈ രീതിയിൽ കാര്യങ്ങൾ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.